സംഗതി വർക്കൗട്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങും. നമുക്ക് ഇറങ്ങിയാലോ പ്രീതി? എന്താ എന്താ പ്രീതി? മോളെ എന്താ എന്താ എന്ത് പറ്റി? എന്താ മോളെ? മോളെ എന്താ മോളെ? യെസ്, സക്സസ്. കൂൾ ഡൗൺ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പ്ലീസ് ഡോക്ടർ, എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല. മാഡം, ഈ മരുന്നൊന്ന് വാങ്ങണേ. ഞാൻ വാങ്ങിക്കാം. ഞാൻ പോയിട്ട് വരാം. സിസ്റ്റർ, പ്രീതിക്ക് എന്തു പറ്റിയതാ സിസ്റ്റർ? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രീതിക്ക് എന്ത് പറ്റിയതാന്ന് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഞാനാ ഭാമന്റി. ഡോക്ടർ അതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചാ മതിയായിരുന്നു. എങ്കിലേ സംഗതി വർക്കൗട്ട് ആവും. ഇഞ്ചക്ഷൻ എടുത്തു, ഫാസ്റ്റ്. അമ്മേ, അമ്മേ. സിസ്റ്റർ, ഇത് മരുന്ന്. എടാ, നമുക്ക് അവളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. നമുക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. എടാ, നമുക്ക് അവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നീ വേഗം വണ്ടി എടുക്ക്. കൊണ്ടുപോകാടാ, വേഗം ചെല്ല്. ഞാൻ പറയട്ടെ അമ്മ, ഒന്നും. എന്താടാ? എടാ, നീ ഈ കള്ളക്കഥ വിശ്വസിക്കുകയാണോ? എടാ, എടാ മോനെ, നീ പറ. ഇവ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ എന്റെ കൂടെ വാ. നമുക്ക് അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാടാ, വന്നേ. ഞാൻ പറയുന്നതൊന്നും കേൾക്ക് അർജുൻ. ഞാൻ പറയുന്ന കേൾക്ക്. വാ മോനെ. എന്താടാ? എടാ, വാടാ. അമ്മ, അയ്യോ, എന്റെ പൊന്നു മോളെ. അമ്മ, എന്റെ കുഞ്ഞ്. എന്റെ ഈശ്വരാ. അമ്മ,
സത്യമ്മേ, പ്രീതിയെ കാണണമെങ്കിൽ അകത്ത് കയറി കണ്ടോളൂ. എനിക്കെന്റെ മോളെ കാണണം. എനിക്ക് കാണണം എന്റെ കുഞ്ഞിനെ. ആദ്യമല്ല, ഇത് രണ്ടാം തവണയാ. ഒരു ഭർത്താവ് ഭാര്യയെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വത്തെന്താ? അവരുടെ കുഞ്ഞ്. പിറക്കുന്നതിന് മുൻപും പിൻപും അതിനെ കാത്തു സൂക്ഷിച്ച് കൈ പിടിച്ച് വളർത്തി ഒരു കരയ്ക്ക് എത്തിക്കേണ്ടത് ആരാ? അമ്മ തന്നെ. അതിൽ തോറ്റുപോയ പിന്നെ അവളൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ? അതിന് ഇത് പ്രീതിയുടെ കുഴപ്പമെന്ന് ആര് പറഞ്ഞു? അല്ല, ഇത് ഫുഡ് പോയ്സൺ ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? എന്ന് വെച്ചാ ഭക്ഷണത്തിലൂടെ വിഷം ഉള്ളിച്ചെന്നു. രാവിലെ മുതൽ പ്രീതി വീട്ടിലുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ പ്രീതിയും കഴിച്ചത്. അല്ല, ആ കേക്ക് കളയാൻഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഓരോ ബെഡിൽ കിടക്കേണ്ടതല്ലേ? നമ്മൾ ആരും കഴിക്കാത്ത എന്ത് ഭക്ഷണമാണ് പ്രീതി കഴിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രീതി ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം പ്രിപ്പയർ ചെയ്തില്ലേ? അത് പ്രീതി നിറച്ചു കഴിച്ചു. മറ്റാരും അത് കഴിച്ചതുമില്ല. അമ്മ കോരിത്തരാം. പായസോ? അത് ഞാനുണ്ടാക്കിയതല്ലേ? അയ്യോ, ഇനി അതില് സേമിയ പഴകിയത് മറ്റോ ആണോ? സേമിയ പഴകിയാൽ ഒരു ഛർദിലോ തലചുറ്റിലോ ഒക്കെ ഉണ്ടാവുള്ളൂ ആന്റി. ഒരു ഗർഭം ഇളക്കണം എന്നുണ്ടെങ്കിൽ പായസത്തിൽ വിഷം തന്നെ ഉണ്ടാവണം. അതും കടുത്ത വിഷം. നീ എന്തൊക്കെ സുസ്മിതി പറയുന്നേ? അമ്മ പ്രീതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പായസത്തിൽ വിഷം കലക്കുന്നു. അയ്യോ, ആന്റി വിഷം കലക്കിന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ പ്രീതി കഴിച്ച പായസത്തിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയും പറയും. ഈ ക്യാഷ് ഒന്ന് വാങ്ങണേ. അതാ വരുന്നു. ഇവിടെ കുറച്ച് വെള്ളം വേണം. ഇപ്പൊ തരാം. കുറുപ്പ് സാറേ, ശാരദാമ്മ പോയെന്ന ക്യാഷ് ഒന്ന് വാങ്ങിക്കേ. ആരും തിരക്കിടണ്ട, എല്ലാവർക്കും വേണ്ടത് വിളമ്പി തരാം. കുറച്ച് വെള്ളം. അയ്യോ കുറുപ്പ് സാറേ, അയ്യോ വേണ്ട സാറേ, ഞാൻ വിളമ്പിക്കോളാം. സാർ അങ്ങോട്ട് ഇരിക്കേ. ഞാൻ കഴിക്കാൻ വന്നതല്ല ശാരദാമ്മേ, ഇവിടത്തെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. ശാരദാമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്? ശാന്ത ഉണ്ടായിരുന്നു. കുഞ്ഞിന് പനിന്ന് പറഞ്ഞപ്പോ മരുന്ന് വാങ്ങാനായിട്ട് പോയി. ശാരദാമ്മയോട് വിശ്രമം വേണോന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്? അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല സാറേ. അല്ല, ചന്ദ്രമതിക്ക് എങ്ങനെയുണ്ട് സാറേ? അവളുടെ പനിയൊക്കെ എപ്പോഴേ മാറി. മോള് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, എത്തിയതേ ഉള്ളൂ. ഓ, ശാരദാമ്മ എന്തു പറ്റി? അമ്മേ, ശാരദാമ്മേ, അമ്മേ,
അമ്മേ എന്താ അമ്മ എന്തു പറ്റി? മര്യാദക്ക് എവിടെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞ അമ്മ കേക്കില്ല. ഒന്ന് പൊടി. ഇവിടെ ഇച്ചിരി കറി. ഒരു പഴം കൂടി തരണേ. പഴം നല്ല പഴുത്തത് നോക്കി വരണം. ക്യാഷ് ഇപ്പൊ അല്ല പഴം കിട്ടിയില്ല. 40 രൂപയാ. 40 രൂപ. ശരി. എന്താ അമ്മേ? കുഴപ്പമൊന്നുമില്ല. വാ. എന്താ പറ്റിയ ശാരദാമ്മയ്ക്ക്? വിശ്രമം വേണമെന്ന് പറഞ്ഞതല്ലേ വൈദ്യര്. അമ്മ ഒരിടത്തും വെറുതെ ഇരിക്കില്ല. വൈദ്യരുടെ വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവൻ തന്നെ പോയിന്നിരിക്കും. അമ്മ അതൊന്നും കേക്കില്ല കുറുപ്പ് സാറേ. പല കുടുംബം കഴിയേണ്ടതല്ലേടി. പല കുടുംബം പോറ്റാൻ നിന്നാലേ എനിക്ക് അമ്മയില്ലാണ്ടാവുന്നേ. ശ്യാമ പറയുന്നതിലും കാര്യമുണ്ട് ശാരദാമ്മ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. ഹോട്ടൽ തുറന്നു വെക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വല്യേച്ചി ഒരു സഹായത്തിന് കിട്ടുമെന്ന് അറിയാനാ ഞാനിപ്പോ പോയത്. നിന്നോട് ആര് പറഞ്ഞു? ഇനി നമ്മളത് അതിജീവിച്ചേ കഴിയൂ. മോളെ, എല്ലാം നീ ഇങ്ങനെ ഉള്ളിലിട്ട് ചുട്ടു പഴിപ്പിക്കല്ലേ. നീ ഒന്ന് കാര്യമെങ്കിലും ചെയ്യും മോളെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ലല്ലോ മോളെ. മോളെ ഒന്ന് പൊട്ടിക്കരേ. മോടെ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കേ. എടി, നിന്നോട് പറഞ്ഞതൊന്ന് കരയാൻ മോളെ. പ്രീതി, കണ്ണും നിടരാതെ കാലും നിടരാതെ കാത്തത്. എന്നിട്ടും പിന്നെന്താ പറ്റിയത്? ഏത് ദൈവം നമ്മൾ ചതിച്ചത്? ചതിച്ചത് ദൈവമല്ല സത്യഭാമേ. നീയാ. നീ
എല്ലാരും ഫോണിൽ ട്രൈ ചെയ്തു, ആരെയും കിട്ടുന്നില്ല. അതെന്താ ആരും എടുക്കാത്തത്? ചില നമ്പറിൽ കോള് പോകുന്നില്ല, കിട്ടുന്നവർ അറ്റൻഡ് ചെയ്യുന്നുമില്ല. പൊന്നി, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തോ മറ്റോ ആണെങ്കിൽ മൊബൈൽ ജാമർ ഉണ്ടാവും, അപ്പൊ കോള് കിട്ടത്തില്ല. അതെന്തിനാ പിള്ളേച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തൊക്കെ പോകുന്നത്? ചെറിയൊരു വയറുവേദനയായിട്ട് പോയതല്ലേ പ്രീതി? മധുരം കൂടുതൽ കഴിച്ചതല്ലേ? ദഹനക്കേടിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്. ഇതൊക്കെ ഗർഭിണിയൊക്കെ പതിവുള്ളതാ. ദഹനക്കേടനോ ഗ്യാസ് ട്രബിളിനോ ഒക്കെയുള്ള പതിവുള്ളൊരു ഗുളിക, അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനല്ലേ ഇവിടെ? കണ്ടോടോ, കണ്ടോ? ഇതിലുള്ളവർ പറയുന്ന കേക്ക്. IAS പരീക്ഷ പാസ്സായ കുട്ടിയാ. അവളേക്കാൾ വിവരം തനിക്കാണോ? മറ്റുള്ളവരുടെ മനസ്സമാനം കളയാനായിട്ടും വളവളവളാന്ന് ഓരോന്ന് എപ്പോഴും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്ക് എപ്പോഴും ഇത് പതിവുള്ളതാ. ഇത് സർ. ഇനി വേണം സർ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് ഞാനിവിടെ കിണർ കുത്തണോ? ദാഹത്തിന് ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നേ. വെള്ളത്തിന് എന്താ ഇവിടെ ക്ഷാമമാണോ? കൊണ്ടുവരാം സർ. വേണ്ട, എന്നാ പിടി. ജോലിക്കാർ ഒറ്റ എണ്ണത്തിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, എല്ലാം വെറുതെ. എന്താ ഭാമേ? സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. എന്നുവച്ചാ പ്രീതിക്ക് അബോഷനായി. ആരുടെ ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട. സ്വാഭാവികമായ ഒരു അബോഷൻ അല്ല ഇത്. വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർമാരുടെ കണക്കുകൂട്ടൽ. പ്രീതി എന്തായാലും വിഷം എടുത്ത് സ്വയം കഴിക്കില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. അങ്ങനെയെങ്കിൽ അത് ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചെന്നതായിരിക്കും. അതും ഈ വീട്ടിൽ വന്ന ശേഷം. ഇന്നിവിടെ ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു. കിച്ചണിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ഇവളാ. ഇവളറിയാതെ ഒന്നും നടക്കില്ല. നീ പറയണം പ്രീതിയുടെ ഗർഭാലസ്യത എങ്ങനെയാണെന്ന്. ഞാനല്ല കുഞ്ഞ്. ഞാനെന്തിനാ പ്രീതി കുഞ്ഞിനോട് അങ്ങനെ ചെയ്യുന്നേ? നീയാണെന്നൊന്നും ഞാൻ പറയില്ല.
നിന്നെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതാവും. അങ്ങനെയാണെങ്കി അതാര്? എന്തിനു വേണ്ടി? അത് നീ പറഞ്ഞേ തീരൂ. ഞാൻ അറിഞ്ഞതല്ല കുഞ്ഞെ. അവരുടെ ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് വരാറുന്നില്ല അമ്മയ്ക്ക്. ചിത്ര, ഹൃദയം തകർന്നിരിക്കുവാ ഞാൻ. അതിനൊപ്പം തലവഴി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിരുന്നു നീ. കണ്ടോ അമ്മേ, അർജുനേട്ടൻ ഇപ്പോഴും അവരുടെ സൈഡാ. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ളൊരു ഓർമ്മ വേണം. ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ അർജുനേട്ടന്? അർജുനേട്ടന്റെ കൈ കൊണ്ട് അത് സംഭവിച്ചെന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? സത്യഭാമ പറയുന്ന സ്ത്രീ തന്നെയല്ലേ? ഇപ്പൊ അവരിത് മനഃപൂർവ്വം ചെയ്തതാ. പ്രീതി അർജുനേട്ടനൊപ്പം ജീവിക്കുന്നതോ അർജുനേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതോ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് മകൾ അവരോടൊപ്പം വേണം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കണം. അത്രയുള്ളൂ കാര്യം. സത്യഭാമയ്ക്ക് ഈ ബന്ധം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ബന്ധം വേണ്ടമേ. ഈ വീടിന്റെ അടിച്ചതിനകത്ത് കയറ്റരുത് ഇനി ആ പ്രീതിയെ. അവളെ വീണ്ടും ഈ വീട്ടിൽ കയറ്റിയത് തന്നെ വലിയ തെറ്റായി പോയി. ഏച്ചിയേട്ടിയെ മുഴച്ചിരിക്കുന്നു കേട്ടിട്ടുണ്ട്. അതാ സംഭവിച്ചത്. അർജുനേട്ടന് വേണമെങ്കിൽ നമുക്ക് വേറൊരു കല്യാണം ആലോചിക്കാം. ശബ്ദം ഉയർത്തണ്ട അർജുനേട്ടാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും പ്രീതിയെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല ഞാൻ. അത് നീയാണോ തീരുമാനിക്കുന്നത്? തീരുമാനിക്കേണ്ടത് അമ്മ തന്നെയാ. പക്ഷേ അമ്മയുടെ മനസ്സറിഞ്ഞു തന്നെയാ ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്നത്.
ധൈര്യടി നിനക്ക്? ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. എടി, നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ, ഇല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ. ചിത്രേ, അമ്മ ഇവള്. നീ അങ്ങോട്ട് മാറിയിക്ക. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? വേറെ എങ്ങോട്ടും എനിക്ക് പോവാനില്ല. അമ്മ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് അമ്മേ? സുഖമുണ്ട് മോളെ. സുഖമെന്ന് പറഞ്ഞ നിങ്ങളെയൊക്കെ കാണുമ്പോ തന്നെ അമ്മയ്ക്കൊരു ബലവാ. അമ്മയ്ക്ക് വേറൊന്നും വേണ്ട. അമ്മയുടെ അടുത്തേക്ക് വീട്ടിലെന്ന് പറഞ്ഞ ഒരാൾ കരച്ചിലായിരുന്നു അവിടെ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഉള്ള രണ്ടാളും പ്രായമുള്ളവരല്ലേ, അസുഖങ്ങളും ഉണ്ട്. മരുമകളല്ലാതെ വേറെ ആരാ നോക്കുക? അതൊക്കെ നടന്നോളൂ ശാരദാമേ. ശാരിക വരുന്നതിന് മുന്നേയും അവിടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. തൽക്കാലം അവരെ ഞാൻ നോക്കിക്കോളാം. വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടിയേട്ടന്റെയും ഒക്കെ സമ്മതത്തിലാണോ? അവരുടെ സമ്മതം എന്തിനാ ശാരദാമേ? ശാരികയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനല്ലേ. എന്നാലും അമ്മമാരുടെ നെഞ്ചിലെ പിടപ്പ് കാണാതെ പോകരുത് മോളെ. ആ ഹൃദയങ്ങളൊക്കെ തുടിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാ. അങ്ങനെയുള്ളൊരമ്മ ഇപ്പോ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് പോയവൾ തള്ള ചാകാൻ കിടക്കുന്നെന്ന് പറഞ്ഞാ വരുവോ? അവള് വരാൻ തയ്യാറാണെങ്കിൽ തന്നെ വസുമതി വിടുവോ? വന്നാൽ എല്ലാവർക്കും കൊള്ളാം. പ്രീതി, അമ്മായിയമ്മ വീട്ടിലേക്ക് ടൂർ പോകുന്നോ? അല്ല ആന്റി, ഞങ്ങള് എന്താ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നുപോയോ? അല്ല ആന്റി, ഞങ്ങള് പ്രീതിയെ കാണാനായിരുന്നു. ഓ, പ്രീതി, അതാണ് സംഗതി. ചിത്രേ, പ്രീതിയോട് ചെന്ന് പറ, അവളെ കാണാൻ അവളുടെ പുന്നാര ഏട്ടനും ഭാര്യയും വന്നിട്ടുണ്ടെന്ന്. എന്താണാവോ വിശേഷിച്ച്? ആന്റി, സത്യാമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. ആഹാ, നന്നായി. എന്നിട്ട് വിശേഷിച്ചെന്തെങ്കിലും? ഇല്ല ആന്റി. ഷോ, കഷ്ടമായി പോയി. അല്ല, ഉടനെങ്ങാനും തീരുമാനമാവൂ? ഇതുവരെ ബോധം വന്നിട്ടില്ല സത്യാമ്മയ്ക്ക്. അബോധാവസ്ഥയിലും പ്രീതിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ആഹാ, പ്രീതിയെ കണ്ട സത്യാമ്മയ്ക്ക് അല്പം ഭേദം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത്. ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാ സുഖാവൂ അല്ലേ? ശാലിനി ആന്റി, അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, പ്രീതിയെ മെഡിക്കൽ കോളേജിലോ മറ്റോ വാടകയ്ക്ക് കൊടുത്താലോ എന്ന്. അല്ല, ഈ സ്ട്രോക്ക് വന്നവർക്കും അറ്റാക്ക് ഉണ്ടായവർക്കും ഒക്കെ പ്രീതിയെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ആ ശബ്ദമെങ്കിലും കേൾപ്പിക്കാം. ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ നടത്തുന്നവർക്ക് എത്രയോ പണം ലാഭിക്കാൻ പറ്റും. മര്യാദയ്ക്കും പ്രീതി വിളിക്കാൻ പറ ശാലിനി. കുറെ നേരമായിട്ട് ഞാനിവിടെ ഉണ്ട്. നിക്ക്.
ഇവിടെ നിന്ന് പറഞ്ഞാ മതി. മോളെ നീ വന്നേ, പെട്ടെന്ന്. എങ്ങോട്ട്? ഞങ്ങള് പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? അമ്മയ്ക്ക് സ്ട്രോക്ക് ഉണ്ടായി, അബോധത്തിൽ എന്റെ പേര് പറഞ്ഞു, അതൊക്കെയല്ലേ? ഇത് പറയാൻ ഇവിടെ വരെ വരണമെന്നില്ലായിരുന്നു. വിഷ്ണുവേട്ട പൊയ്ക്കോ. മോളെ ഞാൻ വരുന്നില്ല. അവൻ എനിക്ക് ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. മോളെ നിനക്ക് ശരിക്കും മനസ്സിലായില്ലേ? എടി നമ്മളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ നമ്മുടെ അമ്മയാടി അവിടെ. ഞാൻ പറയണത് മനസ്സിലാവണില്ലേ? അവള് വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? വിഷ്ണുട്ട പറഞ്ഞില്ലേ വരാൻ. വിഷ്ണുട്ട വിഷ്ണുട്ട കേറ്. പ്രീതി, ശാലിനി, അവിടെ നടന്ന കാര്യമൊന്നും വീട്ടിലാരും അറിയണ്ട. പക്ഷെ സത്യാമ്മയോട് നമ്മളിപ്പോ എന്ത് മറുപടി പറയാനാ? അതാ എന്റെ ടെൻഷൻ. രണ്ടും കൂടി ഇപ്പൊ കൊണ്ടുവരും. ഓലക്കേടെ മൂട്. വിഷ്ണുട്ടാ ഇറങ്ങുന്നില്ലേ? എങ്ങനെയാ ശാലിനി അങ്ങോട്ട്? അച്ഛനോട് നമ്മൾ എന്താ പറയാ? പ്രീതി പ്രീതി എന്ന് പറഞ്ഞ് കരഞ്ഞോട്ടിരിക്കുന്ന അമ്മയോട് നമ്മൾ എന്താ പറയാ? എങ്ങനെ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക? അതിപ്പോ ഞാൻ നേരിടുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ. പക്ഷെ നമുക്കത് ഫേസ് ചെയ്തിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും സത്യം ഈ അവസ്ഥയിൽ കിടക്കുമ്പോ. വിഷ്ണുട്ടാ ഇറങ്ങ. വാ വിഷ്ണുട്ടാ. ഇന്നങ്ങോട്ട് ചെന്ന് കയറിയതല്ലേ ഉള്ളൂ. പ്രീതിയോട് നല്ല സ്നേഹമായിട്ട് വസുമതി ആന്റി പെരുമാറുന്നത്. നാളെ ഉറപ്പായും പ്രീതി വരും. അതിന് വസുമതിയും പ്രീതിയും അല്ലായിരിക്കണം. ഇവളെത്ര സുന്ദരായിട്ടാ കള്ളം പറയുന്നത്.
കാത്തെടുക്കുന്ന ആളിനെ ഇതൊക്കെ നമ്മളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന എന്നാ ഞാൻ ഇറങ്ങട്ടെ രാഘവേട്ടാ. പിള്ളേ ശരി. അച്ഛൻ വിഷമിക്കണ്ട. ദേവി നമ്മളെ കൈവിടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറയാനോ സത്യമ്മ കേൾക്കാനോ പാടില്ല. എനിക്കിത് ഇവളേ ഉള്ളൂ പേടി. ഞാനെന്ത് ചെയ്യുന്ന? നീ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്ന മൊത്തം. അമ്മയുടെ ചെവി കടിക്കായിരുന്നു നിന്റെ പ്രധാന ജോലി. ഇനി അങ്ങനെ കടിച്ചു കടിച്ച് എന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും നീ പറഞ്ഞ സുസ്മിത പിന്നെ നീ ഇല്ല. മനുഷ്യനങ്ങ് പ്രാന്ത് പിടിച്ച് നടക്കുക. അതിന് ഞാനൊന്നും ചെയ്യില്ല. ആ ചെയ്യാതിരുന്ന നിനക്ക് കൊള്ളാം, അത്ര തന്നെ. വിഷ്ണു, കാഞ്ഞിരത്തിന്റെ ഒരു പാലിലിട്ട ചിലപ്പോ കയ്പ് മാറിയിരിക്കും. പക്ഷേ സുസ്മിത, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ആന്റിക്ക് വന്ന സ്ട്രോക്ക് കൂടി ഇയാൾക്ക് വന്നാ മതിയായിരുന്നു. എന്താ സുസ്മിത ഗഹനമായിട്ടൊരു ആലോചന? ഒന്നുമില്ല. കുറച്ചു നാളത്തേക്ക് നിന്റെ നാവിനും ദുഷ്ടബുദ്ധിക്കും ഒക്കെ ഒരു റെസ്റ്റ് കൊടുക്കും സുസ്മിതേ. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ആന്റിക്ക് ദോഷം ഉണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ലടി. കാരണം ആന്റി ജീവിച്ചിരിക്കേണ്ടത് മറ്റാരെക്കാളും എന്റെ ആവശ്യമാ. വിഷ്ണുവേട്ടന്റെ താലി എന്റെ കഴുത്തി വീണിട്ട് അവര് വേണേ ചത്തോട്ടെ. നിന്നെ കാണാൻ അവിടെ വന്നപ്പോ കണ്ടതും കേട്ടതുമായ കുറെ കാര്യങ്ങൾ ശ്യാമ പറഞ്ഞു. പെണ്ണുങ്ങളായ അത്രയും തന്റെ ഇടം വേണമെന്നില്ല. കുറച്ച് ക്ഷമയും സഹനവും ഒക്കെ ആവാം. എല്ലാവരും തമ്മിൽ തലകീറാൻ നിന്ന കുടുംബം മുന്നോട്ട് പോവില്ല. ഒരു വണ്ടി വലിക്കാൻ 4 കുതിര ഉണ്ടെങ്കിലേ 4 ദിക്കിലേക്ക് വലിച്ച വണ്ടി എങ്ങനെ നീങ്ങും മോളെ?
നാലും തളർന്നു വീഴുന്നല്ലാതെ എന്താ ഗുണം? അമ്മ പറഞ്ഞ ഉപമ ശരി തന്നെയാ. പക്ഷേ കുതിരയെന്നല്ല, പോത്തെന്ന് വേണം പറയാൻ. ഇടം പോത്തും വലം പോത്തും. ഇടം പോത്ത് വലിക്കാതിരുന്നാലും അടി വലം പോത്തിന് തന്നെ. അതൊരു വിധിയാ. അങ്ങനെ കുറെ അടി കൊണ്ട് കഴിയുമ്പോ പോത്ത് ചിലപ്പോ തിരിഞ്ഞു കുത്തിന്നിരിക്കും. എന്റെ മോൾ ഇത്രയും വളർന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. കല്യാണം കഴിപ്പിച്ചു വിട്ട പെണ്ണ് ചെന്ന് കയറുന്ന വീട്ടിലെ ഓരോ കാര്യങ്ങളും അമ്മമാർക്ക് മനസ്സിലാക്കാനോ മാർഗനിർദ്ദേശം കൊടുക്കാനോ പറ്റില്ല. പക്ഷെ ഒന്നോർത്താ നല്ലത്, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്ന ആദ്യം കുറ്റം പറയുന്നത് അമ്മയാ. വളർത്തുദോഷാന്ന്. എന്റെ മോളായിട്ട് അമ്മ എങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ശാരദാമ്മയുടെ മക്കളെന്ന് പറഞ്ഞ ഈ നാടിന് മൊത്തം മാതൃകയായിരുന്നു. അമ്മ പേടിക്കണ്ട, അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കില്ല ശാരിക. മുഖത്തടിച്ച ആരും കാണാതെ മാറി നിന്ന് കരയുന്നത് ഉപേക്ഷിച്ചെന്ന് മാത്രം. അമ്മയുടെ അത്രയും സാധുവായ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ അമ്മേ. അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ, മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അപ്പോ വലിയ ഇറങ്ങുവായോ? ആ, പോയി വരാം മോളെ. ശരി വല്യേച്ചി. അമ്മ പോയിട്ട് വരാം. സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെതിരായിട്ടാണോ പരാതി? അതെ സർ. കൊച്ചെ, വെറുതെ ആളിനെ മെനക്കെടുത്താതെ പോയെ. ഇതെന്താ പിള്ളേരുകളെയാണെന്ന് വിചാരിച്ചോ? ഇത് തന്നെയാണ് സാർ കുറച്ചു മുമ്പ് ഇവള് പറഞ്ഞത്. പരാതി ആർക്കെതിരെയാണെന്ന് കേട്ടാൽ നിങ്ങളുടെയൊക്കെ മുട്ടിടിക്കുമെന്ന്. കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് ധീരത പ്രദർശിപ്പിക്കണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല. നിങ്ങൾ വേറെന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പറ. ടൗണില് ഞാനൊരു ബ്യൂട്ടി സലൂൺ തുടങ്ങുന്നുണ്ട്. അവിടെ സാറിന് പറ്റുന്നൊരു ജോലിയുണ്ട്, കട്ടിങ് ഷേവിങ്. സത്യഭാമയുടെ മകനെതിരെ ഇല്ലാത്ത ശൗര്യമൊന്നും വസുമതി കുഞ്ഞമ്മയ്ക്ക് നേരെ വേണ്ട സാറേ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. സാറിന് പരാതി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അക്കാര്യം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ടെങ്കിലും തന്നാ മതി. അങ്ങനെയൊന്നും എഴുതി തരാൻ പറ്റില്ല. അത് എഴുതി വാങ്ങിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളെങ്കിലോ? രാമേന്ദ്ര, സാർ. ആ പരാതിക്കാരോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി സാർ. ചെല്ലേ. കടുവാസകതയും വിളിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പെക്കൊള്ളാൻ ഞാൻ പറഞ്ഞതല്ലേ. കിട്ടാനുള്ളത് വാങ്ങിച്ചോണ്ടേ പോകൂ. കുഴപ്പമാവോ അമ്മേ? എന്ത് കുഴപ്പാവാൻ? സഹദേവനാ വിഷ്ണുമോനെ.